ബിഗ് ഡ്രീംസ് ബിഗ്ഗർ ഡെസ്റ്റിനേഷൻ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ കോഴ്സസ്. അപ്പോൾ നിങ്ങൾ ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണം. സാധാരണ രീതിയിൽ നിങ്ങൾ ക്രാഷ് പ്രോഗ്രാമുകളൊക്കെ 2 മാസത്തെ ക്രാഷ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 1 മാസത്തെ ക്രാഷ് പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നെയ്റ്റോ ജിയോ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു പെരിഫറൽ ആയുള്ള ഐഡിയ കിട്ടുക മാത്രമേ ചെയ്യൂ. നിങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്താൻ പറ്റും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് 2ഉം 3ഉം വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തുള്ള ആൾക്കാരോടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സിസ്റ്റം, ഈ ഒരു സ്ട്രക്ചർ നീറ്റ് ജെഇ എക്സാമുകൾക്ക് വേണ്ടി കൃത്യമായുള്ള പ്ലാനോട് കൂടി പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം. എജുപോർട്ട് നിങ്ങൾക്കായിട്ട് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്താൻ നിങ്ങളെ സഹായിക്കുന്ന റിപ്പീറ്റർ പ്രോഗ്രാം അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. അതായത് 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ റിപ്പീറ്റർ ക്യാമ്പസിൽ പഠിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇസാറ്റ് എക്സാം എഴുതുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ഇസാറ്റ് എക്സാം? എന്താണ് ഇസാറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +2 സ്റ്റുഡൻസിന് വേണ്ടി, അതായത് നിങ്ങളെ പോലത്തെ +2 സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു എക്സാമാണ് ഇസാറ്റ് എക്സാം. 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾ ടോപ്പ് റാങ്കുകളിൽ എത്തുകയാണെങ്കിൽ 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ നീറ്റ് ജെഇ റിപ്പീറ്റർ പ്രോഗ്രാമിൽ എത്താം. ഫ്രീ ആയിട്ട് അവിടെ പഠിക്കാം. ഒരു വർഷം ഫ്രീ ആയിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് 2027, അതായത് 2027 ഇനി അടുത്ത ഈ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നീറ്റ് എക്സാമും ജെഇ എക്സാമും ഒക്കെ പിന്നെ വരുന്നത് 2027. 2027 നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ജെഇ പോലത്തെ എക്സാമുകൾ എഴുതിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ചിത്രത്തിലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പഠിക്കും. അതിന് നിങ്ങൾ എഫേർട്ട് ഇടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുകളും തന്നുകൊണ്ട് ഈ എക്സാമിൻ്റെ സ്ട്രക്ചറുകളും സിസ്റ്റവും നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നുകൊണ്ട് എല്ലാ സിലബസും കവർ ചെയ്യുന്ന നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ശ്രദ്ധിക്കണം, ഇസാറ്റ് എക്സാം നിങ്ങൾക്ക് +2 സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. SSLC കുട്ടികൾക്ക് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ +2 സ്റ്റുഡൻസിന് മാത്രമുള്ള ഈ ഇസാറ്റ് എക്സാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എജുപോർട്ടിൻ്റെ റിപ്പീറ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇസാറ്റ് എക്സാമിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. 60 ക്വസ്റ്റ്യൻ ആണ് ജെഇക്ക് ഇസാറ്റ് എക്സാമിന് ഉണ്ടാവുക. 60 മിനിറ്റ് ആണ് ഉണ്ടാവുക. 240 മാർക്കാണ്. ആൻഡ് നീറ്റിനാണെങ്കിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 60 മിനിറ്റ് ആയിരിക്കും. 300 മാർക്കായിരിക്കും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് ഇതിൻ്റെ സിലബസ്, ജെയുടെ സിലബസ് ആണെങ്കിൽ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ഈ 4 ചാപ്റ്റേഴ്സ്, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, ഹാലോ ആൽക്കിൻ, ഹാലോ അരീൻസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്. ഫിസിക്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മാത്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റഗ്രൽസ്, 3D, പ്രോബബിലിറ്റി. അതേപോലെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസും കാണാം. റെഡി? നീറ്റിനാണെങ്കിൽ ഇതാണ് സിലബസ്. അതാ നോക്ക്, കെമിസ്ട്രിയുടെ സിലബസ്, ഫിസിക്സിൻ്റെ സിലബസ്, ബോട്ടണി ആൻഡ് സുവോളജിയുടെ ചാപ്റ്റേഴ്സ് ആൻഡ് അതേപോലെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചാപ്റ്റേഴ്സ്. ആപ്റ്റിറ്റ്യൂഡ് ഏത് വരുന്ന ചാപ്റ്റേഴ്സ് അല്ല, ആപ്റ്റിറ്റ്യൂഡ് ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇസാറ്റ് എക്സാം എഴുതാൻ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കേരളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ 40-ലധികം സെൻറ്ററുകളിലായിട്ട് നിങ്ങൾ ഏത് ജില്ലയിൽ പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഇസാറ്റ് എക്സാം എഴുതാം. 40-ലധികം സെൻറ്ററുകളിൽ ഈ എക്സാം നടക്കുന്നുണ്ട്. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. രജിസ്റ്റർ ചെയ്യാൻ താഴെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. മറക്കണ്ട, ഇസാറ്റ് എക്സാം നമ്മൾ ലിമിറ്റഡ് സ്ലോട്ട് മാത്രമേ ഉള്ളൂ. കാരണം 4 ഇസാറ്റ് എക്സാമുകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തെ ഇസാറ്റ് എക്സാം ആണ്. അപ്പോൾ കുറച്ച് സീറ്റുകൾ, അതല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ ഈ എക്സാം എഴുതിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇസാറ്റ് എക്സാമിന് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, ഇസാറ്റ് എഴുതിയിട്ട് റിപ്പീറ്റർ പ്രോഗ്രാമിൽ 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ കാണാം. ബൈ.